ഗുഡ് മോർണിംഗ്. ലിസിയാസ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇത് നോക്കി, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്ത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ നേരെ പോയത് എഫെസോസിൽ വിശുദ്ധ യോഹന്നാനും യേശുവിൻ്റെ അമ്മ മറിയയും താമസിച്ചിരുന്ന സ്ഥലത്തേക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി വിവരം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിന് അല്പം മുമ്പ് തൻ്റെ അമ്മയെ യോഹന്നാൻ എന്ന ശിഷ്യനെ ഏൽപ്പിക്കുന്ന ഭാഗം നാം കാണുന്നുണ്ട്. അങ്ങനെ ക്രൂശ് മരണത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്നതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിൻ്റെ അമ്മയെയും കൂട്ടി ഏകദേശം 3 വർഷം എഫെസോസിൽ താമസിച്ച് വേല ചെയ്തിരുന്നതായിട്ടാണ് രേഖകൾ കാണുന്നത്. നമ്മൾ മൂന്നാറിലൊക്കെ പോകുന്ന പോലെ ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ, ഒരു മലമുകളിൽ കൂടെയാണ് യാത്ര. നിങ്ങൾ ഈ സീനറി കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തോ ഒരു പൊക്കത്തിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അവിടെ എല്ലാം കൃഷി സ്ഥലങ്ങളാണ്, ഫലഭൂയിഷ്ടമായ മരങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി മറിയാം താമസിച്ചിരുന്ന വീട്ടിലേക്ക്, അതിപ്പോൾ ഒരു ചെറിയൊരു ആരാധനാലയം പോലെയാണ്. ഭയങ്കര ജനം ഉണ്ടായിരുന്നെന്ന് കാണുന്ന കൽ വീടാണ്. അതിനകത്താണ് മറിയം താമസിച്ചിരുന്നത്. അതിനകത്ത് ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. എൻട്രിയിലായപ്പോൾ കട്ട് ചെയ്തു. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആരാധനയ്ക്ക് ശേഷം എടുത്ത ഫോട്ടോയാണിത്. എല്ലാവർക്കും വളരെ സന്തോഷമായി. താമസിച്ചിരുന്ന ആ ഭവനം ഒന്ന് കാണാനായിട്ട് സാധിച്ചു. മറിയത്തിൻ്റെ ഒരു സ്തൂപമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. വീണ്ടും ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു നടന്നു. അവിടെ നിന്ന് കുറച്ചൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അല്പം ഒന്ന് എൻജോയ് ചെയ്ത് ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ്. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരച്ഛനെ പരിചയപ്പെടാനിടയായി. അല്പം ഒരു പരിചയമുള്ള ആളാണത്. അവിടുത്തെ റോസ് ഫ്ലവേഴ്സ് ഒക്കെ ഭയങ്കര സൈസാണ്. അപ്പം എന്നെ ഈ ഇതിനകത്ത് വീഡിയോയിൽ കാണാനേ ഇല്ല. അപ്പം അതുകൊണ്ടൊരു ഫോട്ടോഷൂട്ട് ഇങ്ങനെ അങ്ങ് നടത്തിയതാണ്. എഫെസോസിലൊരു ഹോട്ടലിലെ ലഞ്ചാണിത് കേട്ടോ. ബൊഫയാണ്. അതിനകത്തും നമുക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്തെടുത്ത് കഴിക്കും. ഇതിൻ്റെ കൂടെ സ്വീറ്റ്സും ഉണ്ടായിരുന്നു. എഫെസോസിലെ പൂച്ചകളെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. അങ്ങനെ നമ്മൾ എഫെസോസിൻ്റെ കാഴ്ചകളിലേക്ക്, അതായത് അപ്പോസ്തലനായ പൗലോസ് 2 പ്രാവശ്യമായി 2 വർഷവും 3 മാസവും താമസിച്ച് വേല ചെയ്ത് സുശേഷീകരണം നടത്തിയ എഫെസോസിലെ കാഴ്ചകളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എഫെസസ് പുരാതന കാലത്തെ വ്യാപാര സംസ്കാര മത കേന്ദ്രമായിരുന്ന ഒരു പ്രധാന നഗരമായിരുന്നു. ഏജിയൻ കടൽ തീരത്തായിരുന്നതിനാൽ വിപണന സമ്പന്നമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് 5 കിലോമീറ്റർ കടൽ ഇറങ്ങിപ്പോയതായാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കടൽ കയറി കരയില്ലാതാവുകയാണ്. ഈ കടൽ ഇറങ്ങിപ്പോയതോടെ ഈ നഗരത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മോശമായി. നാം ഇപ്പോൾ കാണുന്നതുണ്ടല്ലോ, ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടം മാത്രമാണ്. You may be surprised to see sportsmen in the old days. Enter an archaeology museum if there is a sportsman, right? And it is descending to the sea. So we are now moving from the upper Ephesus to the lower Ephesus, where we have the port, the harbor, also the Virgin Mary's Church, right? പുരാതന കാലത്തെ ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടമാണെങ്കിൽ പോലും ഏകദേശം 2000-3000 വർഷങ്ങൾക്കപ്പുറം ഉള്ളതാണിത്. എങ്കിലും നശിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ നശിച്ചു പോയത് ഏകദേശം 2000 വർഷം ആയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മിക്കവാറും എല്ലാം ഈ മാർബിളിലാണ് അവരുടെ കെട്ടിടങ്ങളും അവരുടെ ഭിത്തികള്, പിന്നെ നടപ്പാതകള്, ഇതൊക്കെ നശിക്കപ്പെട്ടു പോയത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് മാർബിൾ കാണാത്തത്. പക്ഷെ കുറെ ഏരിയയില് എല്ലാം ഇപ്പോഴും അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് തെന്നി വീഴുമെന്നൊരു ഭയപ്പാട് വരെ ഉണ്ടായിരുന്നു. മഴയില്ലാത്ത സമയത്ത് അതിൽ പോകാൻ വേണ്ടി ഞങ്ങൾ തത്രപ്പെടുന്നുമുണ്ടായിരുന്നു. അന്നത്തെ രാജാക്കന്മാരുടെ കാലത്തെ ഒരു ഗെയിം ബോർഡ് ആണെന്നാണ്
പറഞ്ഞു തന്നത്. My favorite game, probably children were playing here because it's not equally divided, right? You make a circle and then you slice it like a pizza, right? And then you're going to use symbols from, Greek alphabet from alpha to omega. The Senate building, a capacity of, now we have a capacity of 1,400, but we don't have 1,400 people. I told you that the bottoms are important. Bottoms of wealthy people, wider, right? So 400 bullets represent of the people. അന്നേരത്തെ ആവേശത്തിന് ഞാൻ ഹസ്ബൻഡും കൂടെ ഇതിൻ്റെ പടികളെല്ലാം കയറി ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിൽ വരെ പോയി. അവിടുന്ന് താഴോട്ട് ദൂരോട്ട് നോക്കുമ്പോൾ ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു. ഈ സ്റ്റെപ്പെല്ലാം കയറി ഞങ്ങൾ മേളിൽ വരെ പോയി. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ 39 പേരെ ഉള്ളെങ്കിലും ബാക്കി ഫോറിനേഴ്സൊക്കെ ഒരുപാടുണ്ട്. ഇവിടുത്തെ സെനറ്റ് ഹോളാ അല്ലേ പാപ്പ? ഇത് സെനറ്റ് ഹോളല്ലേ? അല്ല ഇതൊക്കെ നമ്മളിത്തരം കാശ് മുടക്കുന്ന ഇവിടെ വന്ന് അപ്പോൾ ഇത് കാണണ്ടേ? അയ്യോ, ഫോട്ടോ അല്ല, ഞാൻ വീഡിയോ എടുക്കുന്നത്. ഫോട്ടോ ആരെങ്കിലും എടുത്തോ? കാണിക്കുന്നു. ഇതിൻ്റെ പുറത്തൊന്നും കയറാൻ പറ്റത്തില്ല. പുരാതന എഫെസോസ് നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ പല കാഴ്ചകളും കാണാനിടയായി. അതിലൊന്നാണ് ആർതെമിസ് ടെമ്പിൾ. പ്രാചീന ലോകത്തിലെ 7 വണ്ടേഴ്സിൽ അതിൽ ഒന്നാണ് ആർതെമിസ് ടെമ്പിൾ. ആർതെമിസ് ദേവിയെ ആരാധിക്കുന്നവരായിരുന്നു എഫെസോസുകാർ. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ യോഹന്നാന് വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് ഒരു കുറവുണ്ട് എന്നും പറഞ്ഞ് അവരോട് പറയുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആർതെമിസ് ടെമ്പിൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കൂടെ നമ്മൾ അതിൽ നടന്ന് പോവുകയുണ്ടായി. പിന്നെയുള്ളതാണ് കുറേറ്റസ് സ്ട്രീറ്റ്. പ്രധാന പാതകളിൽ ഒന്നായ ഈ വീതി സ്റ്റാച്യൂസ്, ഫൗണ്ടൻസ് ആൻഡ് മോണുമെന്റ് ബിൽഡിങ്സ്, അത് അന്നത്തെ സാമ്പത്തിക ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ നിർമ്മാണ പ്രവർത്തനം. ഇവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് പോലും അവിടെ ടെറസ് ഹൗസസ് ഉണ്ടായിരുന്നു. ആ ടെറസ് ഹൗസസിലൊക്കെ ചിത്രപ്പണികളുള്ള രമ്യഹർമ്മങ്ങൾ ആയിരുന്നു. കാരണം പല പല രീതിയിലുള്ള ചിത്രങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളതായിരുന്നു കെട്ടിടങ്ങൾ. ഇത് നോക്കിയേ, ഈ പടം ഇതിനെ അനുകരിച്ചാണ് ഇപ്പോൾ നൈക്കെ, നമ്മുടെ ഷൂ ഒക്കെ ഇല്ലേ, അതിൻ്റെ എംബ്ലം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് മഴ പെയ്താൽ we are experiencing difficulties because we are not walking like Romans and Greeks. We wouldn't be walking with shoes. സൂക്ഷിച്ച് നടക്കണമെന്ന് പലരും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ അവിടെ ഒന്ന് സ്ലിപ്പ് ചെയ്യുകയുണ്ടായി. കുറേറ്റസ് സ്ട്രീറ്റിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ ചാറാനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ വളരെ ശ്രദ്ധിച്ചാണ് അവിടെ നിൽക്കുന്നത്. തെന്നി വീഴുമല്ലോ. രാജവീതിയുടെ ഓരോ തൂണിലും ഓരോ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ സാമ്പത്തിക, സാംസ്കാരിക, ജീവിത രീതികൾ വെളിവാകുന്നതാണ്. അത്തരത്തിലാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. പേടിയാണ് എനിക്കിവിടെ നടക്കാൻ. ഓ, അങ്ങനെ ഞാനും ദാ വീഡിയോയിൽ വന്നു. കൊള്ളാമേ. ഇവിടെ എല്ലാം ഓരോ കേവ് പോലാണല്ലോ. ഓരോ കല്ലുകളും ഓരോ തൂണുകളും ഓരോ ചരിത്ര സ്മാരകങ്ങളാണ്.
അത് അർത്തമീസ് ടെമ്പിളിൻ്റെ ബാക്കി ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, കുറേ ഒന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇനിയും ഇത് ജയിലറകൾ, അതിൻ്റെ നെറ്റ് അവിടെ ആൾക്കാരെ പാർപ്പിച്ചിരുന്നതും ഒക്കെ പറയുകയുണ്ടായി. പിന്നെ പബ്ലിക് ഏരിയയിൽ ആണ് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും കണ്ടിട്ട് ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അന്നത്തെ ടോയ്ലറ്റ് സംവിധാനവും ഡ്രെയിനേജും ഡ്രിങ്കിങ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പബ്ലിക് അക്കൂസ് നമ്മൾ കയ്യാലപ്പുറത്ത് കയറി ഇരുന്നൊന്നും അവർക്കറിയത്തില്ല. നാം നടന്നെടുക്കുന്നത് ദ ലൈബ്രറി ഓഫ് സെൽസസ് കാണാനാണ്. ഇത് ക്രിസ്തുവിന് ശേഷം ഒരു 2ാമത്തെ നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ദിസ് ലൈബ്രറി വാസ് എ മോണമെന്റൽ ടോം ഫോർ ദ റോമൻ സെനറ്റർ സെൽസസ്. ഇതിൻ്റെ മനോഹരമായ മുഖഭാഗം എഫെസസിലെ ഏറ്റവും പ്രശസ്തമായ അവശിഷ്ടങ്ങളിലൊന്നാണ്. നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഈ ലൈബ്രറിയുടെ ഫ്രണ്ട് ഭാഗമാണ്. എഫെസോസിലെ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരു വർഷം ഏകദേശം 30 ലക്ഷം ജനങ്ങളാണ് ഈ വീതിയിൽ കൂടി നടന്നു പോകുന്നത്. നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് അല്പം കൂടി സ്റ്റെപ്പ് ഇറങ്ങി വേണമായിരുന്നു ഈ ലൈബ്രറിക്ക് അകത്ത് കിടക്കാൻ. മഴ ചാറ്റൽ വന്നതുകൊണ്ട് ഞങ്ങളെല്ലാം പ്രായമുള്ളവരായതുകൊണ്ടും അങ്ങോട്ട് ഇറങ്ങിയില്ല. മഴ ചാർന്നത് കൊണ്ട് എല്ലാവരും ഓടുകയാണ്. പക്ഷെ പതുക്കെ ആ മഴ അങ്ങ് നിന്നു. ദൈവാധീനം. ഈ മരവും ഇതിൻ്റെ പൂവാണോ കായോ എന്നറിയത്തില്ല, അത് എനിക്ക് വളരെ അപരിചിതമായി തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേ. കാണുന്നതിൽ പലതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദ ഗ്രേറ്റ് തിയേറ്റർ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനാണ് അരയോപകക്കുന്ന് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചിരുന്നത്. ഒരു മലയുടെ ഇറക്കത്തുള്ള ഈ തിയേറ്ററിൽ 25,000 ആളുകളെ എത്താൻ ശേഷിയുള്ളതായിരുന്നു. നിങ്ങൾക്കറിയാമോ, ശിക്ഷകൾ നടപ്പാക്കുന്നതും പിന്നെ മറ്റ് അവരുടെ എൻജോയ്മെന്റിന്റെ എല്ലാം നടപ്പാക്കിയിരുന്നത് ഈ പബ്ലിക് ഇടത്ത് വെച്ചായിരുന്നു. ശിക്ഷയും നൃത്തവും നാട്യവും എല്ലാം ഒരേ സ്ഥലത്തു നിന്ന്. ഈ ക്രിസ്ത്യൻസിനെ ഒക്കെ ഉപദ്രവിച്ചിരുന്നതും ഈ പബ്ലിക് ഏരിയയിൽ നിന്ന് തന്നെയായിരുന്നു. How are we gonna make that picture? Try to understand why you came this way. There was an easier way. They didn't think you were coming this way. They were waiting. No, I told you that Come here. you shouldn't go downstairs, and then I turn back. Everybody's downstairs. I mean, you know, this is the first time, you know, I see all of the 39 doing the same thing because I told them not to. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കുറേ ദൂരം നടന്നു. ഇത് വീഡിയോ വളരെ ചെറുതാണെങ്കിലും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഞങ്ങൾ അതിനകത്തൂടെ നടന്നു. പിന്നെ ഞങ്ങൾക്ക് അത്ര സ്പീഡിൽ അതിൽ നടക്കാനും പറ്റില്ലായിരുന്നു, കാരണം തെന്നുമെന്നുള്ള പേടി. മിക്ക ഏരിയയും മാർബിൾ പേവ്ഡ് ആയിരുന്നു. ഇത് കണ്ട അവശിഷ്ടങ്ങളൊക്കെ കണ്ടോ? ഞാനിപ്പോൾ അരയോപകക്കുന്നിൻ്റെ താഴെ, അതായത് ഗ്രേറ്റ് തിയേറ്ററിൻ്റെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ദൂരെയോട്ട് എടുത്ത പിക്ചർ വല്ല വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. തിരിഞ്ഞും തന്നിക്ക് അവിടുന്ന് അല്പം ദൂരം മാറി നിർത്തിയതാണ് ആ ഗ്രേറ്റ് തിയേറ്റർ. ഇത് കാണാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ വരെ പോയതും. ഇവിടെ ഈ കാണുന്ന കല്ലറകളിൽ ജീവനോടെ പണ്ട് ആൾക്കാരെ അടക്കിയിരുന്നു എന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും നമുക്കത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ വളരെ മനോവേദന ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യൻസിനെ ഒരുപാട് കൊന്നൊടുക്കിയ സ്ഥലം കൂടെയാണല്ലോ അത്. അങ്ങനെ എഫെസോസിലെ തൽക്കാലത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് പഴയ കാലത്തെ ഫോർട്ടിൻ്റെ ആർച്ചാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇനിയും അടുത്ത കാഴ്ചകളും, അതായത് എഫെസോസിൽ വെച്ച് 3ാം സുന്നഹദോസ് കൂടിയ
ചർച്ചും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കാഴ്ചകളും നമുക്ക് കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.